എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കണ്ണരിച്ചിൽ കൊണ്ടാണല്ലേ. അപ്പോൾ അതിനുള്ളൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ ഒരുപാട് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിതിവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനിത് ഇവിടെ ഒരു പാത്രത്തിൽ അല്പം വിനാഗിരിയാണ് എടുക്കാനായിട്ട് പോകുന്നത്. നമുക്കിവിടെ ആവശ്യത്തിന് അല്പം വിനാഗിരി മാത്രം മതിയാവും. അപ്പം ഞാനിത് ഈ പാത്രത്തിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന കത്തിയിലേക്ക് ഞാനിത് അല്പം വിനാഗിരി തൊട്ട് തടവി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉള്ളി കട്ട് ചെയ്യുമ്പോഴുള്ള കണ്ണരിച്ചിൽ തടയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. നമുക്ക് ബോറടിപ്പിക്കാതെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആയിരിക്കും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിത് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ചൂടുവെള്ളമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഞാനിത് അത് ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഞാനിത് ഇതുപോലൊരു തവി വെച്ചിട്ട് നമ്മുടെ കുതിർത്ത് വെച്ചിട്ടായിരുന്ന വെളുത്തുള്ളി കയ്യിലോട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അരിപ്പത്തവി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മൂർച്ചയുള്ള ഇതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മുമ്പോൾ തന്നെ അതിൻ്റെ തൊലി നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. ചില സമയങ്ങളിൽ നമ്മൾ പുതുതായിട്ടൊരു ചീർപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുടി ചെയ്യുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാവുമല്ലേ. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ടിപ്സാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ കാരണം നമ്മുടെ ചീർപ്പിൻ്റെ അറ്റം നന്നായിട്ട് ഷാർപ്പായിട്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ. അതിനുള്ളൊരു ചെറിയൊരു ടിപ്സാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പാൻ ഒരുപാട് അങ്ങ് ചൂടാവണ്ട. ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ചീർപ്പ് അത് ഉരുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. അപ്പോൾ അത് ചൂടായ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കോമ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചീർപ്പ് ഉപയോഗിച്ച് നമ്മൾ മുടി ചെയ്യുമ്പോഴുള്ള വേദന കുറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഇതുപോലത്തുള്ള റസ്കൊക്കെ കുറച്ച് നമ്മൾ ഉപയോഗിച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കുതിർന്നത് പോലെ ഉണ്ടാവും അല്ലേ, ചെറുതായിട്ട് ഒരു നനവുള്ളത് പോലെ ഉണ്ടാവും. അതിനുള്ളൊരു ചെറിയൊരു ടിപ്സാണ്. അപ്പോൾ ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാൻ ജസ്റ്റ് ഒന്ന് ചൂടാവാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള റസ്ക് നന്നായിട്ട് എല്ലാം നമ്മുടെ പാനിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ റസ്ക് മാത്രമല്ല ബിസ്ക്കറ്റ് ആയാലും അതിപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കുട്ടികളൊരിക്കൽ എടുത്ത് പിന്നെ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് കുതിർന്നത് പോലെ ഉണ്ടാവും. അപ്പം നമുക്ക് ബിസ്ക്കറ്റും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു 5 മിനിറ്റ് ചൂടാവുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പിന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മുടെ റസ്ക് ഇപ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ബോറടിപ്പിക്കാതെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. ഞാനിത് ഇവിടെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബാഡായിട്ടുള്ള ഒരു സ്മെല്ലും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു അഴുക്ക് പിടിച്ചതുപോലെ ഉണ്ടാവല്ലേ. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സാണ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്ക്രബ്ബർ ഞാനിത് ഒരു ബൗളറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നന്നായിട്ട് ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ സ്ക്രബ്ബറിലുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ അതിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അടങ്ങിയിട്ടുള്ള അണുക്കളൊക്കെ നശിക്കാനായിട്ട് നല്ലതാണ്. ചൂടുള്ള ആയതുകൊണ്ട് തന്നെ അണുക്കളൊക്കെ നശിച്ചു പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. രാത്രി സമയങ്ങളിൽ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് ഇതുപോലെ അല്പം ചൂടുള്ള ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നത്. നമുക്ക് ബോറടിപ്പിക്കാതെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. ചില സമയങ്ങളിൽ കുട്ടികൾക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂടി ടൈറ്റായിട്ട് കിടക്കില്ലല്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എടുക്കുന്ന സമയത്ത് ഉറുമ്പൊക്കെ കടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ടിപ്സാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് എടുക്കുന്നുണ്ട്. അത് നമ്മുടെ മൂടി അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഇതുപോലെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂടി നന്നായിട്ട് ടൈറ്റായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോർഡിലുള്ള മരുന്നൊന്നും മറിഞ്ഞു പോകാൻ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കിടക്കാം. ഞാനിത് ഇവിടെ ഒരു കോട്ടൻ്റെ തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഒരു ടേബിൾ സ്പൂണോളൻ്റെ വേണമെന്നൊന്നുമില്ല, നമുക്ക് എത്രയാണോ മഞ്ഞൾപ്പൊടി ആവശ്യം അത്ര അതിനനുസരിച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അതിന് ശേഷം ഇതൊരു കിഴിയുടെ രൂപത്തിലൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ മുകളിലത്തെ ഭാഗത്തേക്കായിട്ട് റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഞാനിതാ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ഉറുമ്പുള്ള ഭാഗത്തും അതുപോലെ തന്നെ പ്രാണികൾ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ പ്രാണികളൊക്കെ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. സ്പൂണൊക്കെ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് മഞ്ഞൾപ്പൊടി വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ കിഴി കെട്ടിയതിനെ കൊണ്ട് നമുക്ക് ഇതുപോലെ റൂമിൻ്റെ ഒരു ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് റൂമിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ബാത്റൂമിലുണ്ടാകുന്ന ബാഡ് സ്മെൽ ഇല്ലാതാക്കാനും സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. അപ്പം നമുക്കിത് അടുത്ത ടിപ്സിലേക്ക് കിടക്കാം. അപ്പം ഇതുപോലുള്ള പാത്രങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ കഴുകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്ന് പിന്നെ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ട് ഇതുപോലെ അടച്ച് വെക്കുന്ന സമയത്ത് ഒരു 2 ഗ്രാമ്പു ഇട്ട് കൊടുത്ത് അടച്ച് വെക്കുകയാണെങ്കിൽ ഇതിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ്. ഇതുപോലെ നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നീട് അത് അടച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ 2 ഗ്രാമ്പു ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന ബാഡ് സ്മെൽ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കടക്കാം. പിന്നീടുള്ളൊരു ടിപ്സാണ് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൻ്റെ സൈഡിലായിട്ട് ചെറുതായിട്ടൊരു ഇരുമ്പിൻ്റെ കറ പോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഇല്ലാതാക്കാനുള്ളൊരു ടിപ്സാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു സ്ക്രബ്ബറിൽ അല്പം ഡിഷ് വാഷിൻ്റെ സോപ്പും അതുപോലെ തന്നെ ഉപ്പും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൻ്റെ സൈഡിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ടിഷ്യൂ വെച്ച് ജസ്റ്റ് അത് നിങ്ങൾക്ക് തുടച്ച് കാണിച്ചു തരാം. എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാൻ വിട്ടുപോകണ്ട. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ബോറടിപ്പിക്കാതെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. മുട്ട പുഴുങ്ങുന്ന സമയത്ത് അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാനായിട്ടൊരു മടിയാണല്ലേ. അപ്പം മുട്ട പുഴുങ്ങുന്ന സമയത്ത് മുട്ട പൊട്ടാതിരിക്കാനുള്ള ചെറിയൊരു ടിപ്സാണ്. സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്സ് എന്ന് പറയുന്നത് മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലേ. ചില സമയങ്ങളിൽ ഉപ്പിട്ട് കൊടുത്താൽ മുട്ട പൊട്ടിപ്പോവാറുണ്ട്. അപ്പം മുട്ട പൊട്ടാതിരിക്കാനുള്ളൊരു ചെറിയൊരു ടിപ്സാണ്. ഞാനിത് ഇവിടെ അല്പം ഉള്ളിയുടെ തൊലി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മുട്ട പുഴുങ്ങുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുട്ട പുഴുങ്ങുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നത് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും. നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉള്ളിയുടെ തൊലി ഇട്ടതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ കളറും ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു നാടൻ മുട്ടയുടെ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ വെള്ളം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മുട്ടയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതങ്ങ് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ഉള്ളിയുടെ തൊലിയായതുകൊണ്ട് തന്നെ ചെടികൾക്ക് അത് നല്ലതാണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. മുട്ടയുടെ തൊലി ഇതാ പെട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് കൈവച്ച് ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് മുട്ടയുടെ തൊലി പെട്ടെന്ന് തന്നെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഒരു പേപ്പർ പൊളിച്ചെടുക്കുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടയുടെ തൊലി പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതും നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. ഇനി മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇഡ്ഡലിയുടെ മാവ് പൊങ്ങിക്കിട്ടാൻ കുറച്ച് പാടാണല്ലേ. അതിനുള്ളൊരു ചെറിയൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ടിപ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ ഇവിടെ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ളൊരു ടവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് വരണം.
അപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെ മാവിൻ്റെ മുകളിലിട്ട് ഇതൊന്ന് ഇതുപോലെ വിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടിഭാഗം നന്നായിട്ട് ഒരു സൈഡിലേക്ക് ചുരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവർനൈറ്റ് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇഡ്ഡലിയുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് ചൂട് വെള്ളത്തിൽ ഈ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള മാവ് ഇറക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പാത്രത്തോടു കൂടി ചൂടുള്ള വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക. അതായത് പകുതിയോളം ചൂട് തട്ടുന്ന രീതിയിലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. ചില സമയങ്ങളിൽ നമ്മൾ ചൂടുള്ള ചായ ഒക്കെ ഒഴിക്കുന്ന സമയത്ത് പുതിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവല്ലേ. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാതിരിക്കാനുള്ള ചെറിയൊരു ടിപ്സാണ്. അതിനായിട്ട് ഞാനിത് അല്പം വെള്ളം ഗ്യാസിൻ്റെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അല്പം ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുള്ള 2 ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നമ്മളെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊന്ന് ഗ്ലാസ് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷം നമുക്കിതിന്ന് ഗ്ലാസ് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ബോട്ടിൽ എപ്പോഴും കയ്യിൽ വെക്കും അല്ലേ. അപ്പോൾ ഒരുപാട് നാൾ ഉപയോഗിക്കാതെ പിന്നെ അതെടുക്കുമ്പോൾ ചെറിയൊരു ബാഡ് സ്മെല്ലായിരിക്കും. അതുപോലുള്ള ബാഡ് സ്മെൽ ഇല്ലാതാക്കാനുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ടിപ്സിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഈ ബോട്ടിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ ചെറുനാരങ്ങയുടെ പകുതി ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഇതിലേക്ക് ഇടാനായിട്ട് പോകുന്നത് 1 ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ. പൊടിയുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമ്മുടെ ബോട്ടിലിൻ്റെ മൂടിയൊന്ന് ഇട്ടതിന് ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള നാരങ്ങയും ഉപ്പും എല്ലാ സൈഡിലേക്കും ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ ബോട്ടിലൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ബോട്ടിലൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലിൻ്റെ അടിഭാഗത്തായിട്ട് അല്പം അഴുക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മളിത് ചെയ്തതുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.